ബോസിൻ്റെ USA സാധനമാണ്. USA ബോസ് കമ്പനി, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓഡിയോയുടെ നമ്പർ 1 കമ്പനിയാണ് ബോസ്. അവരുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് നമ്മളിപ്പോൾ സർവീസ് ചെയ്യാൻ പറ്റും. ഡെഡാണ്. പവർ, ഓക്സ്, ബ്ലൂടൂത്ത്, ഈ കട്ട ഡമ്മിയാണ്. പിന്നെ ഇത് സ്പീക്കർ മ്യൂട്ട്, വോളിയം പ്ലസ്, വോളിയം മൈനസ്, അങ്ങനെയുള്ള സാധനമാണ്. പിന്നെ ഇതിനകത്ത് ഓക്സ് ഇന്നുണ്ട്. പിന്നെ സർവീസിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിൻ്റെ ഇതുണ്ട്. പിന്നെ DC ഇൻപുട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇവനെ നമുക്ക് അയച്ച് സർവീസ് ചെയ്യാൻ പോവാണ്. ബോസ് USA മെയ്ഡ് ഇൻ മെക്സിക്കോ. അടിപൊളി സാധനം. ഇവിടെയാണ് സ്പീക്കർ വരുന്നത്. ആ ഗ്രില്ലൊക്കെ കണ്ടോ, ഇപ്പോഴും ഒരു തൊള്ളി പോലും തുരുമ്പെടുക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ടോ. എന്നാൽ ശേല കാണാൻ ലെതർ കേസൊക്കെ ഇട്ട്. അപ്പോൾ ഇതിൻ്റെ സർവീസിലേക്ക് പോകാം. ഇവിടുത്തെ ഗ്രില്ല് അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഗ്രില്ലിൽ ഇത് കൂട്ടി ഇച്ചിരി തുരുമ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും. ഇത് കണ്ടോ, ഓറഞ്ച് കളറാണ് ഇതിരിക്കുന്നത്. ഓറഞ്ച് കളർ. ഞാനിത് ഓണാക്കുകയാണ്. പവർ ഓണാക്കുകയാണ്. നോക്കിക്കോണേ. പവർ ഓണാക്കുമ്പോൾ റെഡ് വന്നു കണ്ടോ, റെഡ് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി റെഡാണ് കാണിക്കുന്നത്. ചാർജിങ് ആകുന്നില്ല. അപ്പോൾ ബാറ്ററി മാറുക എന്നുള്ളതാണ് അത്യാവശ്യ സംഭവം. ബാറ്ററി മാറിയാൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി മാറാനായിട്ട് അഴിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. തുരുമ്പാണ്, തുരുമ്പ്. ഇത് കണ്ടോ, തുരുമ്പെടുത്ത് ബാറ്ററി പോയതാണ്. ആഹാ, ഇത് BMS ഒക്കെ അടിപൊളിയാണല്ലോ. ഇത് കണ്ടോ, 3 ബാറ്ററി എടുക്കുക. 3 ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ മേളും താഴെ എല്ലാം ചുരണ്ടുക. ക്ലാമ്പ് അടിക്കണമെന്നില്ല, മനസ്സിലായല്ലോ. ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയാലും മതി. കണക്ഷൻ പോകാതിരിക്കാനാണ് ഞാൻ, അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇത് അവിടെ അനക്കാതെ പിടിക്കും. ആ വയറുകളും കൂടെ എനിക്ക് ഇച്ചിരി ഇവിടെ വെച്ചു ഇച്ചിരി ബ്ലഡും ഫ്ലക്സ് കൂടെ തന്നത്, ബാറ്ററിയും തന്നത്. സ്റ്റിപ്പർ എന്തെയോ, സ്റ്റിപ്പർ കൂടെ. അത് ഞാൻ ഹലോ, കട്ടാകുന്ന സ്ഥലമല്ലേ. ആ അതെ തന്നെ. പറഞ്ഞോ. പറഞ്ഞു ജെൻസി. SA400 6750. SA400 6750. സബൂഫറിന് 5990. ഓവൽ സ്പീക്കറിന് 4990. സാർ എവിടുന്നാണ് വിളിക്കുന്നത്? ബോക്സിൻ്റെ വില, ബോക്സ് വേണോ? എല്ലാം കൂടെ 22 രൂപ സംതിങ് വരും എല്ലാം കൂടി ആകുമ്പോൾ. സംതിങ് അതിൻ്റെ ഇതനുസരിച്ച്.
റേറ്റ് കേട്ടത് പോയില്ലേ? ആ അത് അന്നേരം 20,000 രൂപ ഇട്ടേക്കാന്ന് പറഞ്ഞിടുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ബാറ്ററി നമ്മളെ വെൽഡ് ചെയ്യാൻ പോകുന്നത് 2 ബാറ്ററി ഉള്ളതുകൊണ്ട് ഞാനങ്ങ് സോൾഡർ ചെയ്തെടുത്തേച്ചു. ഈ ബെൽഡ് ചെയ്തെടുത്തതും തുരുമ്പെടുത്ത് പോയല്ലോ. ഞാൻ നോക്കിയിട്ട് സോൾഡർ ചെയ്യുവാണെങ്കിൽ അത്രയും തുരുമ്പെടുക്കാൻ. പിന്നെ ഈ ഇടയ്ക്ക് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടാകൊണ്ടാണ് ഈ തകിട് ചെയ്യുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് അടുത്ത നെഗറ്റീവായിട്ട്. അപ്പോൾ ഇത് തമ്മിൽ അവരെ അടുപ്പിച്ച് നിൽക്കണം, വളരെ അടുത്ത് നിൽക്കണം, എങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു തകിടായിരിക്കും നല്ലത്. പൊടിക്ക് ചേരാതെ മതി. പിടിച്ചേ. എടാ നീ പിടിക്കുക, ഞാൻ അടിക്കട്ടെ. നിന്റെ കയ്യെ വല്ല തുണിയും ചുറ്റിക്കൊണ്ട് പോരും രാവിലെ. ഗ്ലൗസ് ഞെട്ടുവാ എൻ്റെ പൊന്നെ. കണ്ണാടി ഇല്ല നമുക്ക്. കണ്ണിൽ പോയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ആ എന്നത് അത് തെറിച്ച് എത്ര പേരാ മരിച്ചിരിക്കുന്നു. കൂടാ
ഇങ്ങനെ പേടിച്ചാൽ വല്ല ജോലിയും ചെയ്യാൻ പറ്റുമോ? പൊട്ടിത്തെറിക്കുമെന്നാണ് ഇവൻ്റെ പേടി. ഒരു കോപ്പും പൊട്ടിത്തെറിക്കുക. ലോക്കൽ ബാറ്ററി അല്ല. അല്ല, ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ ബാറ്ററിയാണ്. അതല്ലോ. ഒരു തകിടം കൂടെ വേണം. അടയോന്ന് നോക്കി, മറ്റേ കവർ ഇതല്ലേ. ആ, ഇങ്ങനെ ഈ തുള വരുന്നു. ആ, ഓക്കെ. ഇത് ബിൽഡ് ചെയ്തേ. നീ പിടിച്ചോ, വാ, ഞാൻ ചെയ്തോളാം. പിടിച്ചോ. ഇനി കൊണ്ടാതെ കുത്തിക്ക്, വർക്കാവും നോക്കി. ഹലോ. ഇങ്ങനെ കവറിടാ കുത്തിക്ക്. ഇല്ല, അടുത്ത ആഴ്ചത്തേക്ക് വരുമായിരിക്കും. ഇപ്പോൾ റിപ്പബ്ലിക് പ്രമാണിച്ച് ഷോർട്ടല്ല. ഭയങ്കര ചെക്കിങ് വേണ്ട, എടുത്ത പറ്റിയ ദിവസം ഏതാ പിടിക്കണം. ഒരു കൈ വെച്ച് ഇപ്പുറത്തെ സൈഡ് ഇത് പ്ലെയർ വെച്ച് ഇങ്ങനെ പിടിച്ച് തന്നാൽ മതി. ഇതേ പിടിക്കണം, മറ്റേ കൈ കൊണ്ട്. രണ്ട് കൈ നിൻ്റെ യൂസ് ചെയ്യണം. ആ, അത് നീ പിടിച്ചോ. ഇതേ നീ പിടി, ഈ ബാറ്ററി പോവും. ഓക്കെ, വെച്ചോ. ഇത്ര അങ്ങ് തള്ളി വരണ്ട, നടക്ക് വന്നാൽ മതി. ഇവനിതിട്ടേ ചോടും. ഇവനെപ്പോഴും ഓടി വെള്ളയൊക്കെ തിരിച്ചു വെക്കുന്നതൊക്കെ തിരിച്ചു ബാറ്ററി ഞാൻ പിടിച്ചു കൊടുത്ത സാധനം തിരിച്ചു വെച്ചവൻ ഒന്നുമല്ല. ലെഡ് എവിടെ? വെച്ചാൽ ഓക്കെ കയറുമോ? കയറി. ആ, കയറി. ചാർജർ കൊണ്ടുവന്നേ. ഇവിടെയാണ് ആയിട്ടില്ല. ക്ലീനിങ് ശരിയായോ? ചെയ്തോ? ഇവിടെ വളരെ ഉണ്ട്. WD-യോ? പൊട്ടിച്ചപ്പോൾ ഈ ഒരു കഷ്ണം പൊട്ടിയോ? അത്ര ഉള്ളെന്ന് തോന്നുന്നു. അടച്ചു. ഇത് കൂട്ട സാധനമൊന്നും ഇതേ വെച്ച് പറയാൻ പറ്റിയല്ല കേട്ടോ. എൻസി മുഴുവൻ ചീത്തയാവേ. അറിയാം. ഇനി മറ്റേ കവറോടെ ചേർത്തോ. അതെ അതെ, മനസ്സിലായി. വയറ് മാറ്റണം. വയറ് മാറ്റണം.
ഇതിങ്ങനെ പുറത്തുനിന്ന് തള്ളി നിൽക്കുന്ന സാധനമല്ലേടാ? ബാറ്ററി പുറത്തേക്കാ അല്ലേ? ചാർജ് ചെയ്താൽ മതിയായിരിക്കും. ബ്ലൂടൂത്ത് പ്ലേ ചെയ്ത് ബോസാണ് ബോസ്. കണക്റ്റായോ? അപ്പോൾ ഇത് മെക്സിക്കോയിൽ ഉണ്ടാക്കി, ചൈനയിൽ നിന്ന് ബാറ്ററി മേടിച്ച് മെക്സിക്കോയിൽ വെച്ചുണ്ടാക്കി ബോസ്. ആരും അങ്ങനെ ചൈനക്കാരെ വലിയ കുറ്റമൊന്നും പറയണ്ടെന്ന് മനസ്സിലായല്ലോ. ആയോ? ആ, പാട്ടടി. പേരിങ് ആയി. ആ, പ്ലേ അടിച്ചു. ബ്ലൂടൂത്ത് കണക്റ്റായി. പ്ലേ അടിച്ചു. പാട്ട് വരട്ടെ. വോളിയം കൊടുത്തേ. ആ, നിന്റെ വോളിയം ഫുള്ളാണ്, ഇവിടെ വോളിയം കൂട്ടാം. നോർത്ത് ഏഷ്യൻ പാട്ടില്ലേ, കോപ്പറേറ്റ് ഇല്ലാത്ത. ബാറ്ററിയിൽ നിന്നും കണ്ടേ, നമ്മുടെ ബാറ്ററിയിലാണ് ഇറങ്ങിയത്. കണ്ടല്ലോ, എന്തായാലും ഇരുന്ന ബാറ്ററിയാണേ. കണ്ടോ, തുരുമ്പെടുത്ത് നാശപൂശമായി. ഇത് കണ്ടോ, തുരുമ്പെടുത്തായി തീർന്ന ബാറ്ററിയാണ്. ഇനി തകിട് വെൽഡ് ചെയ്ത് വെക്കട്ടെ ഇത്, അല്ലെങ്കിൽ ഇത് അടയുമല്ലോ ഈ വയറ് കാരണം. ഇപ്പം നിർത്തിക്കും. സംഗതി സക്സസ്. അങ്ങനെ ബോസിൻ്റെ സ്പീക്കർ നമ്മൾ പാടിച്ചു. അവൻ്റെ ബാറ്ററി പൊട്ടിച്ച് നമ്മൾ ബാറ്ററി ഇട്ടു. ഇനി തകിടെടുത്തു. വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ഈ കഷ്ടപ്പാടെല്ലാം ചെയ്താൽ പോരെ. ആ, ഞാൻ പറഞ്ഞു തരാം. ആണ്ടെ ഓഫുമായി പണ്ടാരം. പോയില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചാർജിങ് ഒക്കെ ഉണ്ടെന്നേ, അതല്ല, അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ കോമാ സ്റ്റേജിൽ പോവും. കോമാ സ്റ്റേജിൽ പോവും. നമ്മുടെ ബിൽഡിംഗ് മെഷീൻ ചൂടായി പോകാതിരിക്കാൻ. അപ്പോൾ നമ്മളിത് മുമ്പേ ബെൽഡ് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, യോ എന്നാടി അത്?
മനുഷ്യനെ വർക്ക് ചെയ്യുന്നതിൻ്റെ പേടിപ്പിക്കല്. പണ്ട് ആ ടയർ പൊട്ടിയതിനെ ആൾക്കാർ എന്തെല്ലാം കമൻറ്റ് ഇട്ടെന്നറിയോ? ടയറൊരെണ്ണം പൊട്ടിത്തെറിച്ചായിരുന്നത്. മുറിക്കാം. തകിടെടുത്തു തകിട് തന്നെ എനിച്ച്. പിടിച്ചോ, കൈ പിടിച്ചോ. എങ്ങനെയായിരുന്നു? അവിടെയല്ല. ഇത് ഷോട്ടില്, ഇത് ഷോട്ടില്. ഇത് ഇവിടെയാണ് നമുക്കിത് ചെറുത് പിടിക്കേണ്ടത്. ഇവിടെ പിടി. ഒരു കൈ നിൻ്റെ അവിടെ മാങ്ങ പറിക്കാൻ പോയോ? നേരെ പിടിയടാ, നേരെ ലെവലിൽ വെക്കടാ. നീ പൂച്ച കൊന്നിട്ടുണ്ടോ? എന്താ കൈ പറിക്കുന്നത്? ആ പിന്നെ കുറയ്ക്കല്ലേ. നീ കൊന്നിട്ടുണ്ടോ? നേരെ പറ. ഉണ്ട്. അവനിപ്പോൾ സംശയം ചോദിച്ച് സ്ഥിതിക്ക് അവൻ കൊന്നിട്ടുണ്ട്. പൂച്ചയെ കൊന്നാൽ കൈ പറക്കി. ഓക്കെ. ഒരു പൂച്ചയൊക്കെ കൊല്ലാം കേട്ടോ. സ്ഥിരം പൂച്ചയെ കൊല്ലായിരുന്നോ? അല്ലേടാ? അവനോട് ചോദിച്ച്. നായന്മാരൊക്കെ പൂച്ചയെ കൊല്ലുന്ന. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലൊരു മടക്ക് വേണം. മടക്ക് സാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയല്ലേ കൊണ്ടുവരേണ്ടത്. മടക്ക് സാൻ. ഓക്കെ. അപ്പോൾ വെൽഡ് ചെയ്യുക. ഇത് മരിക്കും. ബാറ്ററിയുടെ അടുത്തൊന്നും കൊണ്ടുവരില്ല സാധനം. ബാറ്ററിയുടെ മിത്രമാണെങ്കിലും ശത്രുവും കൂടാ. ഇത് പിടി. വയറോട് വിട്ടുവാ. ഓക്കെ. അത് മതി. അത് തിരിക്കരുത്. അതാണ് നിൻ്റെ പരിപാടി. ഇതാണ്. ഞാൻ ഒരു സാധനം ഒരു സെറ്റപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നീ അത് തിരിക്കരുത്. ഞാനതൊരു പ്ലാനിങ്ങിലാണ് ഇതൊക്കെ ഞാൻ ചെയ്തു തരുന്നത്. ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ തന്നെ പിടിക്കണം. മനസ്സിലായോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മട്ടം അടിക്കരുത്. അപ്പോൾ അത് നമുക്ക് ഒരു വയറിട്ട് അതോടെ അത് നിർത്താൻ പറ്റിയല്ല. ഞാനത് ചെക്കിങ്ങിന് വേണ്ടി മാത്രം വയറിട്ടൊന്ന് നോക്കിയതാണ്. സാധനം വർക്ക് ചെയ്യുമെങ്കിൽ മാത്രം ഇത്രയും തകിടുമൊക്കെ അടിച്ച് ബെൽഡൊക്കെ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. അത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മളൊന്ന് തേച്ചിട്ടില്ലേ, ഇതുമായിട്ട് പിന്നെ തട്ടണം. ഇത് പിടിക്കണം. ഇങ്ങനെ ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് ചെയ്യുന്ന ഓരോ പോയിൻറ്റും കാണിക്കുന്നതിനകത്തിനാന്ന് ചോദിച്ചാൽ, നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ടെക്നീഷ്യന്മാർക്കാണെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബാറ്ററി പോയി വന്നാൽ എങ്ങനെ അത് കറക്റ്റ് ചെയ്ത് എടുക്കും, എന്തുമാത്രം ബുദ്ധിമുട്ട് അതിനകത്തുണ്ട്, എങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം നമുക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇനിയിപ്പം കാണണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. പക്ഷേ കണ്ട് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററികൾ പോകുന്നത്, ഉദാഹരണത്തിന് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, ലാപ്ടോപ്പിൻ്റെ ബാറ്ററികൾ പോയ ബാറ്ററി ഇപ്പം മേടിക്കാൻ കിട്ടുകയില്ലെങ്കിൽ അത് ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ബാറ്ററി മാത്രം, സെല്ല് മാത്രം മാറിയാൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഓക്കെ ആവും. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പുതിയ സെല്ല് മേടിക്കാനൊന്നും നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പോയ ആർക്കെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ബാറ്ററി ഇടാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒരെണ്ണം തന്നാൽ നീ പണി ചെയ്തോളുവോ? ഇനി ഒരെണ്ണം തന്നാൽ ഉണ്ടാക്കിയോളുവോ ബാറ്ററി? ഒരു മൂളിച്ചയ്ക്ക് ഒരു ബലക്കുറവ്.
അല്ല മൂളിച്ചയ്ക്കൊരു ശക്തിക്കുറവ്. അപ്പോൾ നമ്മുടെ ബാറ്ററി കണ്ടല്ലോ, നമ്മുടെ സാൻഫോർഡിൻ്റെ 7000 mAh ബാറ്ററി 3 കയറ്റിട്ടുണ്ട്. 7000 mAh ബാറ്ററി ബോസിനകത്ത്. ബോസ് പോലും ചിന്തിച്ചിട്ടില്ല മെയ്ഡ് ഇൻ ജപ്പാൻ ബാറ്ററി അവന് ബാക്കപ്പായിട്ട് വരുമെന്ന്. ഇത് ചൈന ബാറ്ററി വെച്ചാൽ എത്ര നാളും ഇവനെ ഓടിക്കൊണ്ടിരുന്നത്. അവനെ നമുക്ക് ജപ്പാൻ ബാറ്ററി തന്നെ നമുക്ക് വെച്ചേക്കാം. അത് ഈ പൈസ കുറയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ചൈനയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ചിലപ്പോൾ. പിന്നെ ചൈനക്കാരെ കുറ്റം പറയത്തില്ല, ചൈന നല്ല ക്വാളിറ്റി കൺട്രോൾഡ് കമ്പനിയാണ് ഇപ്പോൾ. അടച്ചോ, ഇതല്ലേ ഇരുന്നത്. ബാക്കി പാക്കിങ് കാര്യങ്ങളൊക്കെ കൊച്ചി ചെയ്തോണം. എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് ഇതും കൂടെ പാക്ക് ചെയ്താൽ സ്ക്രൂ ഇട്ട് സെറ്റപ്പ് ആക്കി കൊണ്ടുവരാം. ഒന്നും പറഞ്ഞു പോലെ പറഞ്ഞു പോയാൽ വർക്ക് ചെയ്യല. ഇവിടെ പോയിരുന്ന് ചെയ്തു, സ്വസ്ഥമായിട്ട് ചെയ്തു. പഴയ ബാറ്ററി ഞാൻ കാണിച്ചത്, അത് കളഞ്ഞേരെ, വേസ്റ്റ് കളഞ്ഞേക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സോണിയുടെ ഒരു ഹോം തിയേറ്റർ ഡക്ക് റിസീവർ കംപ്ലൈൻറ്റ് എന്നാന്ന് നോക്കാം. HCD VX77 കർണയിലൊന്ന് കുത്തിക്കുക. കണക്ഷൻ കംപ്ലൈൻറ്റ് നോക്കട്ടെ. ഓണാകുന്നുണ്ടോ? ഒന്നുമില്ലേ? ഓണാകുന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. ചത്തുപോയി. ഡെമോ ഉണ്ടെങ്കിൽ വരുത്തിക്ക്. ഇങ്ങനെയൊക്കെ തട്ടിയും കിട്ടിയാണോ നോക്കുന്നത്? ആ, പണ്ടും കാണ്ട് ഇത് VCD ആണ്. പാവപ്പെട്ടവനാ എന്റെ പ്രായമുണ്ട്. പിന്നെ പഴയ ആൾക്കാരാ നല്ലത്. എന്നെ സൗണ്ട് ആയിരുന്നു. ഇത് കവറിനകത്ത്. എവിടുന്ന് അഴിക്കുന്നതെന്നല്ല ഓർത്തിരുന്നോണം, മാറിപ്പോകരുത്. എവിടുത്തെ സ്ക്രൂ ഇല്ലാത്തതെന്നൊക്കെ നോക്കി വെച്ചോ. ഇച്ചിരി അങ്ങ് മാറിയുന്നേ. ഇതൊന്നും അഴിച്ചതാണല്ലോ, നല്ലപോലെ ജോയിന്റ് വീണിട്ടില്ലല്ലോ. ഞാൻ അഴിച്ചിട്ടൊന്നും ആരുടെ റിപ്പയറിങ്ങിന് കൊടുത്താന്ന് തോന്നുന്നു. ആ, ഇതൊക്കെ ശരിക്കും വീണിട്ടില്ല. പൊങ്ങുന്നില്ലേ? ആ സൈഡിലെ ഒരു സ്ക്രൂ കാണും. അടിച്ചു പോയെന്ന് ഇവിടെ ആണെന്നെല്ലാം സൗണ്ട് ഇല്ല. ആംബുലൻസ് ആംബുലൻസ് അത്യാവശ്യത്തിന്
ഇതെന്തിനാ ഇങ്ങനെ കടലാസ് വെച്ചേക്കണം? ചെറിയ അടഞ്ഞു പോകാതിരിക്കാൻ ഇതെല്ലാം ഞാൻ അടച്ചിട്ട് എലി കയറാതിരിക്കാനോ? ഓ അല്ല ഇതിനകത്ത് മറ്റേ കൊത്തെല്ലാം അടച്ചു കൊടുത്ത് ഞാൻ ഫാനിന്റെ കൂടെ അടച്ചു വെച്ചു. ഇത് താഴെ വീണാലല്ല, ഇതുണ്ട് ഇവിടെ എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്തേലും അനക്കമുണ്ടോ? ഡെമോ ഉണ്ടായിരുന്നു. മൂന്ന് ലൈൻ LED തെളിഞ്ഞിട്ടുണ്ട്. എവിടെ? വേറെ ഒന്നുമില്ല. പ്രൊട്ടക്റ്റ് ആയിരുന്നു, ഡെമോ ഉണ്ടായിരുന്നു, എല്ലാം വർക്കിംഗ് ആയിരുന്നു സംഭവം. TV കുത്തിയിട്ടിരിക്കുന്നു കഴിഞ്ഞു, എന്നാലും ഇന്നും ഉപയോഗിക്കാമല്ലോ. ബാറ്ററി കാണുന്നു. സപ്ലൈ ഒന്ന് മതി, സപ്ലൈ ഊരിയാൽ മതി. ഓക്കെ, 3.7 × 2 എത്ര? 3 3 6, 8.2 വോട്ട് വേണം. അതത്രയും വന്നിട്ടില്ല. വേണ്ട, 2 ബാറ്ററി ഇടാം. ഇത് 2 ബാറ്ററിയുടെ ബൈക്കിംഗ് ആണോ? രണ്ടൊന്നും പോരല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യുവാനെ, നമുക്കിവിടെ വേറൊരു നീല 12 വോട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. ഇത് കോമ സ്റ്റേജിലാണോ? കോമ 7.64 പിച്ചാണ് ചാർജ് ചെയ്തത്. അവിടെയൊക്കെ പൊള്ളിപ്പോയതാണ്, അതുകൊണ്ട് കറുത്തിരിക്കുന്നത്. അവിടെ അത് ആ ബോർഡ് മുഴുവനും കത്തി ഇരിക്കുന്നു. അത് കറുത്തത് വേറെ സാധനങ്ങളാണ്.
ചുമ്മാ കളിയില്ല, എന്നിട്ട് അങ്ങോട്ടാ കത്തി വെച്ച് കുത്തി ചേച്ചി. ബോർഡ് കത്തി തന്നെ കറക്റ്റാണ് ഇതുകൊണ്ട് ആ ഐസി നോക്കുക, ഐസിയുടെ കാലൊക്കെ കണ്ടോ? വെള്ളത്തിൽ കിടന്ന് മുങ്ങി കിടന്ന സാധനം ചേട്ടൻ ശരിയാക്കും. പിന്നെ ചേട്ടൻ ചേച്ചി ഇതുണ്ടോ 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 ഉണ്ടോ തുരുമ്പെടുത്തിരിക്കുന്നുണ്ടോ? പ്ലാവ് കയറി ഉണ്ടോ? ഞാനും നോക്കിയല്ല ഐഫോൺ വേണ്ട, മാറ്റിപ്പിടിക്കുക ഐഫോൺ. അത് നോക്കിട്ട് ഇതുണ്ടോ ഇവിടെ കൈ ഇവിടെ വെച്ചിട്ട് പ്ലാവ് കയറിയിട്ടുണ്ടോ? ഉണ്ടോ? 10 വർഷം പഴക്കമുള്ള സാധനത്തെ വെച്ചിട്ട് ക്ലാവല്ലാതെ വേറെ എന്നാ കയറാൻ പറ്റുന്നത്? കണ്ടോ? എന്താ മനസ്സാവാനപ്പോഴാക്കി ഐഫോണുമായിട്ട് ഇടയ്ക്ക് വരുന്ന എന്നാ മോനെ ശരിയാവും, നിനക്ക് അറ്റാക്ക് വരാൻ ഞാൻ നോക്കിക്കോളാന്നല്ല പറയണേ. എനിക്ക് ഇല്ല, ഇതിന്റെ ഇതുപോലത്തെ സെറ്റ് ഇവിടെ ഉണ്ടെന്നേ പേര്. പണ്ട് ഇന്നാള് പറഞ്ഞ പേര് വേണേ തരാന്നാ പറഞ്ഞേ. യൂട്യൂബിൽ കണ്ടതാ. സർവീസിൽ കയറി വന്നെന്ന് പറയാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. പറ്റിയാലും നീ വാർത്ത അങ്ങോട്ട് ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ അതൊന്നും ചെയ്യണ്ട. ആ 2 സ്പീക്കറല്ലേ ഉള്ളൂ. ഈ 2 സ്പീക്കറിന്റെ ഒരെണ്ണം എടുത്ത് ഒരു സൈഡിൽ കൊടുക്കുക, ഒരെണ്ണം എടുത്ത് മറ്റേ സൈഡിൽ കൊടുക്കുക. പിന്നെ സബ്വൂഫർ 2 എണ്ണം ഉണ്ടല്ലോ. ആ സബ്വൂഫർ മനസ്സിലായി. ഈ ഒരു സ്പീക്കർ ട്യൂട്ടറും കൂടെ ഒരു സൈഡിൽ കൊടുക്കുക, മറ്റേ സ്പീക്കറും ട്യൂട്ടറും കൂടെ ആ വയർ എടുത്ത് സൈഡിൽ കൊടുക്കുക. പിന്നെ നമുക്ക് സബ്വൂഫറിന്റെ 2 വയർ, ഈ 2 വയർ നമുക്ക് മിച്ചം വരും. ആ വരുന്ന പിന്നെ ഇങ്ങനെ പാരൽ ചെയ്ത് കൊടുത്താൽ മതി. അല്ല ഒരെണ്ണം തന്നെ ആദ്യം കൊടുത്തു നോക്കുക, അടിപൊളിയായിട്ട് ഓടുമെങ്കിൽ മറ്റേ കൂടെ പാരൽ ചെയ്തൊന്ന് കൊടുത്തു നോക്കുക. മറ്റേ പാരൽ ചെയ്യേണ്ട നേരെ കൊടുത്താൽ മതി. അല്ല സ്പീക്കർ 4 സ്പീക്കർ നമുക്ക് ഇങ്ങനെ വരുന്നു. 4 എണ്ണം വരുന്നതിൽ 2 എണ്ണം സബിന്റെ, 2 എണ്ണം നോർമൽ സ്പീക്കറിന്റെ.
നോർമൽ സ്പീക്കറിന്റെ നമ്മുടെ ലെഫ്റ്റ് ചാനലിൽ കൊടുക്കുക. ഇപ്പുറത്തെ സ്പീക്കറിന്റെ നോർമൽ സ്പീക്കറിന്റെ കൊണ്ട് റൈറ്റ് ചാനലിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് രണ്ട് സബ് നമ്പറുകളെ പറയുമോ? 4, 7, 5, 8, 9. ഹലോ ഹലോ Power off. ഹലോ ഇതെടുത്ത് ഈ 835 എടുത്ത് വെച്ചു തട്ടാലോട്ട് വെച്ചാൽ മതി. അവിടെ തട്ട വെച്ചു. ആ ആംപ്ലിഫയർ വേണോ? അത് എന്നാ വേണ്ട സാറേ പറഞ്ഞു. പാലിലും സീരീസും പറയുന്ന മനസ്സിലാകുന്ന ആളാണല്ലോ വലിയ വിഷയം. എനിക്കതല്ലാതെ വേറൊരു സ്പീക്കർ ഉണ്ട് എന്റെ ഒരു പിയാനോടെ. അതിന്റെ ബാറ്ററി വേറൊരു വീഡിയോയിൽ ചേട്ടന് ബാറ്ററി മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബാറ്ററി മാറ്റി തരാം. ഇപ്പൊ കൊണ്ടുപോയത് ബാറ്ററി മാറി വെച്ചാ ഞാനത് കരം പറ്റിയിട്ട് ഇങ്ങനെ വന്നു. അതിന് വരുമ്പോ കൊണ്ടുവന്നാ മതി. ഞാൻ 10 ദിവസം കഴിഞ്ഞ് കൊടുത്തു. ഇന്നൊരു ബോസിന്റെ ബാറ്ററി വേണമല്ലോ. ബോസ് ലാക്രിക്ക് കൊടുക്കാതിരുന്ന സാധനം എന്നാ ക്വാളിറ്റി ചെയ്ത പാട്ട് കഴിഞ്ഞു. ഞാനങ്ങനെ എന്തോ ലാക്രിക്ക് കൊടുക്കാതിരുന്നാലും ഞങ്ങള് അതിപ്പോ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ തിരിച്ചാക്കാൻ അയക്കാൻ പറ്റും. ബാറ്ററി ഇപ്പം നമ്മുടെ സാൻഫോർഡിന്റെ മെയ്ഡ് ഇൻ ജപ്പാൻ ബാറ്ററി ഇപ്പൊ എന്റെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ബാറ്ററി 7000 mAh ഉള്ള ബാറ്ററി. ആ ഒരു ബാറ്ററിക്ക് 250 രൂപ. വലിയ വിലയൊന്നും അല്ല. അത് കൊണ്ടുവരണം. ചിലപ്പോ 2 ബാറ്ററി ആയിരിക്കും, ചിലപ്പോ 3 ബാറ്ററി ആയിരിക്കും. ബോസിനകത്ത് 3 ബാറ്ററി ഉള്ള നല്ലപോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ അയച്ചാലും കുഴപ്പമില്ല. ബാറ്ററി നിൽക്കാത്താണോ കുഴപ്പം? അത് നല്ല സൂപ്പർ ബാറ്ററി. ബാറ്ററിയുടെ വിലകരല്ല, നല്ലത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായി? നമ്മൾ കാശ് കൊടുക്കാൻ തയ്യാറാണേലും പലപ്പോഴും കിട്ടാറില്ല. ഒന്നും കേട്ടോ. താഴെ ഇരിക്കുന്ന പിന്നെ സ്പീക്കറിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, ഓക്സിജൻ, 3 സാധനമാണ്. പലപ്പോഴും കണ്ടവന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആപ്പും ഉണ്ട്. ആപ്പ് ബ്ലൂടൂത്ത്. ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് ഞാൻ കേൾപ്പിക്കാവേ. no-code AI workflows to automate your tasks on your own private server. Choose a high-performance പകുതി ഒരേ വെച്ച് ഉള്ളു വെക്കാൻ പറ്റില്ല. This is a sound check. Now it sounds ahead. Please prepare yourself. Subkit test. Checking subkit response. Feel the thumb. Side only. Now, right side only. Both channels active.